അപ്പോൾ നമുക്ക് ഇന്ന് സ്നാപ്ചാറ്റിന്റെ അഡ്മിൻ സൈഡിലുള്ള ടെസ്റ്റിമോണിയൽസിന്റെ FAQ എന്ന് പറഞ്ഞ ഓപ്ഷൻ നോക്കിയാലോ. അതായത് നമ്മുടെ വെബ്സൈറ്റിന് ട്രസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ വെബ്സൈറ്റിൽ എന്ത് ചെയ്യുക, നമ്മുടെ വെബ്സൈറ്റിൽ പ്രൊഡക്റ്റ് ഓർഡർ ചെയ്തവരെ ടെസ്റ്റിമോണിയൽസ് അവർ പറഞ്ഞ റിവ്യൂ കാര്യങ്ങൾ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അത് നമുക്ക് തന്നെ ആഡ് ചെയ്യാൻ പറ്റും, വളരെ സിമ്പിളായിട്ട് ആഡ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഫ്രീക്വൻ്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻ, അതാണ് FAQ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് നമ്മളോട് കസ്റ്റമേഴ്സ് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളോ അല്ലെങ്കിൽ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളോ, അതായത് അതിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എത്ര ദിവസം കൊണ്ടാണ് നിങ്ങളെ ഓർഡർ ഡെലിവർ ആവുക, അപ്പോൾ ആ ചോദ്യം നമുക്ക് എന്ത് ചെയ്യുക, FAQയിൽ സെറ്റ് ചെയ്യുക. അതിൻ്റെ ആൻസറും അവിടെ തന്നെ സെറ്റ് ചെയ്യുക. അതായത് 5 ദിവസം കൊണ്ട് 5 to 6 അല്ലെങ്കിൽ 5 to 7 ബിസിനസ് ഡേയ്സിലാണ് നമ്മളൊരു ഓർഡർ നിങ്ങൾക്ക് റിസീവ് ആവുക എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യുക, അതിൻ്റെ ആൻസറും സെറ്റ് ചെയ്യുക. അപ്പോൾ അതിനാണ് FAQ എന്ന് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും എന്ത് ചെയ്യുക, വളരെ സിമ്പിളായിട്ട് നമ്മളെ സ്നാപ്ചാറ്റിൻ്റെ അഡ്മിൻ പാനലിൽ നിന്ന് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളെ വെബ്സൈറ്റിൽ വരുന്ന കസ്റ്റമേഴ്സിനെ അത് കാണുകയും അവർക്ക് എന്ത് ചെയ്യുക, നല്ല രീതിയിൽ ട്രസ്റ്റ് ഉണ്ടാക്കുകയും ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, നേരെ അതിൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോയിലോട്ട് പോകാം. ഇപ്പോൾ സ്നാപ്ചാറ്റിൻ്റെ അഡ്മിൻ സൈഡിൽ ഓർഡേഴ്സിൻ്റെ അടിയിലായിട്ടാണ് ടെസ്റ്റിമോണിയൽസിൻ്റെ FAQ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഓപ്ഷൻ ഉള്ളത്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് നമുക്ക് കാണാൻ പറ്റിയ ടെസ്റ്റിമോണിയലാണ്. അപ്പോൾ ടെസ്റ്റിമോണിയൽ എന്ത് ചെയ്യുക, ഫസ്റ്റ് നമ്മുടെ വെബ്സൈറ്റിൽ നിന്ന് പ്രൊഡക്റ്റ് ഓർഡർ ചെയ്തവർ പറഞ്ഞിട്ടുള്ള നല്ല കാര്യങ്ങൾ, അതായത് അവർ പറഞ്ഞിട്ടുള്ള ഇപ്പോൾ നിങ്ങൾ അടിപൊളിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് എന്ത് ചെയ്യുക, അവർ പേര് ആഡ് ചെയ്യാം. ഞാൻ ജസ്റ്റ് ഇവിടെ എൻ്റെ പേര് തന്നെ ആഡ് ചെയ്യാണ്. എന്നിട്ട് എന്ത് ചെയ്യുക, അവർ ഫോട്ടോ ഉണ്ടെങ്കിൽ അവർ ഫോട്ടോ ജസ്റ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. എങ്കിൽ അവർ ഫോട്ടോ ആരെയും ഫോട്ടോ ഇല്ലാത്ത ഞാൻ ജസ്റ്റ് ഈ ഒരു കുട്ടിയുടെ ഫോട്ടോ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അവർ പറഞ്ഞിട്ട് കാര്യങ്ങൾ, അതായത് വെരി ഗുഡ് സർവീസ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യുക, എന്നിട്ട് ആഡ് ചെയ്തിട്ട് സേവ് ചെയ്യുക. എന്ത് ചെയ്ത് കഴിഞ്ഞാലും സേവ് ചെയ്യണം കേട്ടോ. അപ്പോൾ സേവ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, അതേപോലെ കസ്റ്റമർ റിവ്യൂ എന്ന് പറഞ്ഞിട്ട് നമ്മളെ വെബ്സൈറ്റ് സൈഡിൽ അങ്ങനെ കാണാൻ പറ്റും. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ വെബ്സൈറ്റ് സൈഡിലോട്ട് പോയിട്ട് ഒന്നിവിടെ റിഫ്രഷ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, റിഫ്രഷ് ചെയ്തിട്ട് ഒന്ന് അടിയിലോട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടോ, ഇവിടെ കാണാൻ പറ്റും കസ്റ്റമർ റിവ്യൂ. അതായത് പേര് നൗഷീർ, അതേപോലെ തന്നെ പറഞ്ഞത് വെരി ഗുഡ് സർവീസ്, 5 സ്റ്റാർ, അവർ ഫോട്ടോ. അപ്പോൾ ഇത്തരത്തിൽ എന്ത് ചെയ്യും, കസ്റ്റമർ റിവ്യൂ കാര്യങ്ങൾ സെറ്റ് ചെയ്തിടാൻ പറ്റും. അപ്പോൾ ഇനി എന്ത് ചെയ്യുക, മൾട്ടിപ്പിൾ റിവ്യൂ നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് ടെസ്റ്റിമോണിയൽ സെറ്റ് ചെയ്ത് തരണമെങ്കിൽ എന്ത് ചെയ്യുക, ആഡ് മോർ ക്ലിക്ക് ചെയ്യുക, അടുത്ത ആൾ പറഞ്ഞ കാര്യം ആഡ് ചെയ്യുക, ഒരു ഫോട്ടോ ആഡ് ചെയ്യുക. ഫോട്ടോ റിക്വേർഡ് അല്ല കേട്ടോ, അതായത് പേരും അതേപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ എന്തായാലും കൊടുത്തിടുക, എന്നിട്ട് സേവ് ചെയ്യുക. അപ്പോൾ ആ രീതിയിൽ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ആയിട്ടുള്ള ടെസ്റ്റിമോണിയലും കാര്യങ്ങളും കൂടെ ആഡ് ചെയ്യുന്നതാണ്. അടുത്തത് പറയുകയാണെങ്കിൽ FAQ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ഫ്രീക്വൻ്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ് ആണ്. അതായത് ഇപ്പോൾ ജസ്റ്റ് ഇപ്പോൾ ഒരു ചോദ്യം, അതായത് കസ്റ്റമേഴ്സ് നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമായിരിക്കും, എത്ര ദിവസം കൊണ്ടാണ് നിങ്ങളെ ഓർഡർ ഡെലിവർ ആവുക. ordered product will get delivered. അപ്പോൾ ഇതൊരു ക്വസ്റ്റ്യൻ ആണ്. അതായത് എത്ര ദിവസം കൊണ്ടാണ് ഓർഡർ ഡെലിവറി ആവുന്നത്. അപ്പോൾ അതിൻ്റെ ഉത്തരം ദ ഓർഡർ ബി ഡെലിവേർഡ് ഇൻ 5 to 7 ബിസിനസ് ഡേയ്സ് അങ്ങനെ കൊടുത്തിട്ട് സേവ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് കൊടുത്തു കഴിഞ്ഞാലും സേവ് ചെയ്യണം കേട്ടോ. അപ്പോൾ കണ്ടോ, ഇവിടെ ഈ FAQ ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു ചോദ്യം അതിൻ്റെ ഉത്തരം ഇവിടെ ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വെബ്സൈറ്റിൻ്റെ വ്യൂവിലാണെന്നെങ്കിൽ ഒന്ന് റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ കസ്റ്റമർ റിവ്യൂവിൻ്റെ അടിയിൽ തന്നെ ഈ ഒരു ഓപ്ഷൻ, അതായത് ഇൻ ഹൗ മെനി ഡേയ്സ് ദ ഓർഡർഡ് പ്രൊഡക്റ്റ് വിൽ ഗെറ്റ് ഡെലിവേർഡ്. അപ്പോൾ അതിൻ്റെ ഉത്തരം ഇവിടെ തന്നെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ കസ്റ്റമർ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ അതിൻ്റെ ഉത്തരങ്ങൾ സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ രണ്ട് ഓപ്ഷൻ, അതേപോലെ തന്നെ റിവ്യൂ കാര്യങ്ങൾ സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ കസ്റ്റമർക്ക് നല്ല രീതിയിൽ നമ്മളെ വെബ്സൈറ്റിനോട് ട്രസ്റ്റ് ഉണ്ടാവുകയും അവർ പ്രൊഡക്റ്റ് ഓർഡർ ചെയ്യുകയും അങ്ങനെ നമ്മളെ സെയില് വർദ്ധിപ്പിക്കാൻ പറ്റുകയും ചെയ്യും. അപ്പോൾ ഇത്തരത്തിൽ രണ്ട് ഓപ്ഷനും വളരെ ഉപകാരപ്രദമായ രണ്ട് ഓപ്ഷൻസ് ഉള്ളത് വളരെ സിമ്പിളായിട്ട് എന്ത് ചെയ്യുക, ആഡ് ചെയ്തിടുക. അത് മാക്സിമം നിങ്ങൾ ആഡ് ചെയ്യാൻ നോക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, അടുത്തൊരു വീഡിയോയിൽ എന്ത് ചെയ്യുക, സെറ്റിങ്സ് സ്നാപ്ചാറ്റിൻ്റെ അഡ്മിൻ സൈഡിലുള്ള സെറ്റിങ്സ് എന്നുള്ള ഓപ്ഷനിൽ എന്തൊക്കെ കാര്യങ്ങളുള്ളത്, അപ്പോൾ അതിൻ്റെ ഒരു ട്യൂട്ടോറിയൽ വീഡിയോയുമായിട്ട് എന്ത് ചെയ്യുക, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ അതുവരെ ബൈ.